ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള പഴത്തിൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കാം. ഇതുപോലെ പഴം കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാൻ മടിയാണ്, കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാം. അതെല്ലാവർക്കും തന്നെ ഇഷ്ടാവും. നമുക്കതിൽ നിന്ന് നല്ല പഴുത്തൊരു പഴത്തിൽ നിന്ന് ഒരു പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു മുട്ടയാണ് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ അതേ ഞാൻ നന്നായിട്ട് ഫോർക്ക് കൊണ്ട് ഉടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് പഴം നന്നായിട്ട് ഉടഞ്ഞു വരുന്ന തരത്തിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഒന്നുകിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് പഴുത്തിട്ട് ബ്ലാക്ക് കളറായിട്ടുള്ള തൊലിയുള്ള പഴമാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ബിസ്ക്കറ്റിൻ്റെ പൊടിയാണ് ഇടുന്നത്. 2 സ്പൂണോളം ബിസ്ക്കറ്റ് പൊടി, ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റസ്കോ എടുത്താൽ മതി. ഇനി ഗോതമ്പ് പൊടിയാണ്, 1/2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര 2 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴം നല്ല അത്യാവശ്യത്തിന് നല്ല മധുരമുണ്ട് ബിസ്ക്കറ്റൊക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പഞ്ചസാര കുറച്ചത് ഞാൻ. ഇനി അതിലേക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് ആണ്. നിങ്ങൾക്ക് ഏലക്കായ് വേണമെങ്കിൽ ചേർക്കാം. അതുപോലെ നിങ്ങളുടെ ഫ്ലേവർ ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ആ എസൻസ് ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് കൊണ്ടോ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവൊക്കെ ഉണ്ട്. നമുക്കതിലേക്ക് ഇതിൻ്റെ മധുരം ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വെള്ളത്തിൻ്റെ അംശം കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമുക്കതിനായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇപ്പോൾ 1 സ്പൂണോളം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഇളക്കിയിട്ട് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് നോക്കിയിട്ട് മാത്രം സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്യണത്. പിന്നെ ഇതിൽ മുട്ട നമ്മൾ ചേർത്തിട്ടുണ്ട്. മുട്ട ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ മുട്ട ഒഴിവാക്കിയിട്ട് ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് പാൽ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ പാലിൻ്റെ അളവ് ഇച്ചിരി കൂട്ടണമെന്നേ ഉള്ളൂ. ഏകദേശം ഒരു 2-2.5 സ്പൂണോളം പാലിലെ നമുക്ക് ആവശ്യം വരുള്ളൂ, ഏകദേശം മുട്ട ചേർക്കാഞ്ഞാൽ തന്നെ. ഇപ്പോൾ 2 പഴത്തിന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും 1 മുട്ടൻ്റെ ആവശ്യമുള്ളൂ. 1 പഴം കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 1 മുട്ടയുടെ ആവശ്യമുള്ളൂ. ഇപ്പോൾ അതേ ഇങ്ങനെയാണ് വികുന്നത്. 1 സ്പൂൺ വികാൻ കുറച്ച് പണിയുണ്ട്. 1 സ്പൂണേ പാൽ ഒഴിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 1 സ്പൂണും കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ലൂസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരന്ന് പോവും നമ്മളെ ഈ ഒരു അപ്പം ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം തിക്കായിട്ടും വേണ്ട, നന്നായിട്ട് ലൂസായിട്ട് സ്പൂൺ ഒഴുകി പോവും ചെയ്യരുത്. ഇതുപോലെ കുറച്ചൊന്ന് കട്ടിയിൽ ഇനൊന്ന് വീഴണം. അപ്പോൾ ആ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഓരോ ബോൾസ് ആക്കിയിട്ടിടാം. ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് സ്പൂണിന് ഇട്ടിട്ടിട്ട് നമുക്കിതൊന്ന് എല്ലാതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ലോ മീഡിയം ഫ്ലെയിമിലാണ് വെക്കുന്നത്. എന്ന് വെച്ചാൽ ഉള്ളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്, നമ്മൾ വെന്തതല്ലല്ലോ ഇത്, അപ്പോൾ ഉള്ളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന തരത്തിൽ നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള പഴത്തിൻ്റെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതുപോലെ പഴം ഇങ്ങനെ കേട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികവും വലിയൊരു വരെ നമുക്ക് ഒന്ന് കഴിക്കാൻ മടിച്ചിട്ടായിരിക്കും കഴിക്കൽ. പക്ഷേ ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയവരായാലും ചെറിയവരായാലും ഒക്കെ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അഥവാ പഴം ഇങ്ങനെ കേട് വന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ലൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.